Hello everyone, welcome to Seekers. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർവേയിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫണ്ടമെന്റൽസ് ഓഫ് സർവേയിങ്ങിൽ നിന്നും കഴിഞ്ഞ 3 വർഷങ്ങളിലായി PSC എക്സാംസിൽ ചോദിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ആൻഡ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു സെക്ഷൻ സർവേർ ഗ്രേഡ് 2 വർക്ക് സൂപ്രണ്ടന്റ് ആൻഡ് ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമുകൾക്ക് വളരെയേറെ പ്രയോജനകരമായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദി ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് സർവേയിങ്. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് അറിയാവുന്ന, പക്ഷെ നമ്മുടെ എക്സാമുകൾക്കെല്ലാം തന്നെ സർവേ മെയിൻ സബ്ജക്റ്റ് ആയിട്ട് വരുന്ന എക്സാമുകൾക്കെല്ലാം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ. ഇത് പല രീതിയിൽ മാറി മാറി ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സോ എല്ലാവർക്കും അറിയാം എന്താണ് ടു വർക്ക് ഫ്രം ഹോൾ ടു പാർട്ട്. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് സർവേയിങ് എന്ന് പറയുന്നത്. ഓക്കെ, ടു വർക്ക് ഫ്രം ഹോൾ ടു പാർട്ട് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിളിൽ ഒന്നാമത്തതാണ്. 2 പ്രിൻസിപ്പിൾസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. രണ്ടാമത്തെ എന്താണ്? ടു ഫിക്സ് എ ന്യൂ സ്റ്റേഷൻ ബൈ അറ്റ്ലീസ്റ്റ് 2 റെഫറൻസ് സ്റ്റേഷൻസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ. അപ്പൊ ഈ ഒരു പ്രിൻസിപ്പിൾ പ്രകാരം എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മെയിൻലി നമ്മൾ ഹോൾ ടു പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? മുഴുവനായിട്ടുള്ള ഒരു ഏരിയനെ ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. മെയിൻലി നമ്മൾ ട്രയാങ്കിൾസ് ആയിട്ടായിരിക്കും അവയെ ഡിവൈഡ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഹോൾ ടു പാർട്ട് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്നത്? ടു പ്രിവെന്റ് ദി അക്യൂമുലേഷൻ ഓഫ് എറേഴ്സിനെ മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കുക. ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദി പോളാർ ആക്സിസ് ഓഫ് എർത്ത് ഷോർട്ടർ ദാൻ ഇക്വറ്റോറിയൽ ആക്സിസ് ബൈ. അപ്പോൾ ഇത് പലതവണ എക്സാമ്പിൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. സോ പോളാർ ആക്സിസും ഇക്വറ്റോറിയൽ ആക്സിസും നമ്മുടെ എർത്തിനെ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എർത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു ഷേപ്പ് ഇല്ല അല്ലെ. പല ഷേപ്പുകൾ നമുക്ക് പറയാൻ പറ്റും. സോ നമ്മൾ എർത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു പോർഷനിലാണ് നോർത്ത് പോൾ വരുന്നത് ആൻഡ് ഈ ഒരു പോർഷനിൽ സൗത്ത് പോൾ വരും. ആൻഡ് ഈ നോർത്ത് പോളിനെയും സൗത്ത് പോളിനെയും ജോയിൻ ചെയ്ത് പാസ് ചെയ്യുന്ന ഒരു ഇമാജിനറി ലൈനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളാർ ആക്സിസ് എന്ന് പറയുന്നത് അല്ലെ. ഇങ്ങനെ പോകുന്ന ഒരു ലൈനാണ് പോളാർ ആക്സിസ്. അതുപോലെ തന്നെ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ പോകുന്ന ഇക്വേറ്ററിലൂടെ പോകുന്ന ഈ ഒരു ആക്സിസിനെ വിളിക്കുന്ന പേരാണ് ഇക്വറ്റോറിയൽ ആക്സിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇക്വറ്റോറിയൽ ആക്സിസും പോളാർ ആക്സിസും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് ഈ ഒരു ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത്. സോ മെയിൻ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അതിന്റെ ലെങ്ത് ഓഫ് പോളാർ ആക്സിസ്. പോളാർ ആക്സിസിന് എത്രയാണ് ലെങ്ത്? 127.13.8 കിലോമീറ്റർ ആണ്. അതുപോലെ ഇക്വറ്റോറിയൽ ആക്സിസ് എന്ന് പറയുമ്പോൾ 127.56.75. ഓക്കെ, അപ്പം ഇക്വറ്റോറിയൽ ആക്സിസ് ആണ് കൂടുതലായിട്ട് വരുന്നത്. ആ ഒരു ലെങ്ത് ആണ് കൂടുതൽ. അത് ഓർത്തിരിക്കാനായിട്ട് പോളാർ എന്ന് പറയുന്നത് നമുക്ക് ചെറിയൊരു വേർഡ് ആണ്. ആൻഡ് ഇക്വറ്റോറിയൽ എന്ന് പറയുന്നത് കുറച്ച് വലിയൊരു വേർഡ് ആണ്. സോ ആ ഒരു ഡിഫറൻസ് വെച്ചിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. ഇക്വറ്റോറിയൽ ആക്സിസിന്റെ ലെങ്ത് ആണ് കൂടുതലായിട്ട് വരുന്നത്. ആൻഡ് ആ ഒരു ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും 42.95 കിലോമീറ്റർ ആണ് ആ ഒരു പോളാർ ആക്സിസ് ഇക്വറ്റോറിയൽ ആക്സിസിൽ നിന്നും എത്ര കുറവാണ്. ഓക്കെ, അതുപോലെ ഇത് പെർസെന്റേജിലും ചോദിക്കാം. 0.34% ആണ് എന്ത്? പോളാർ ആക്സിസ് ഇസ് ഷോർട്ടർ ദാൻ ഇക്വറ്റോറിയൽ ആക്സിസ്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 42.95 മീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, dash is a branch of angular surveying in which the horizontal and vertical distances of points are obtained by optical means. Okay, അപ്പൊ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻഡ് ഓപ്ഷൻസ് റിസെക്ഷൻ, ട്രാവേഴ്സിംഗ്, ടാക്കിയോമെട്രി ആൻഡ് റേഡിയേഷൻ. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് നമുക്കറിയാം ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇസ് എ ബ്രാഞ്ച് ഓഫ് ആംഗുലർ സർവേയിങ് ഇൻ വിച്ച് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡിസ്റ്റൻസസ് ഓഫ് പോയിന്റ്സ് ആർ ഒബ്റ്റൈൻഡ്. എന്ന് വെച്ചാൽ നമുക്ക് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും വെർട്ടിക്കൽ ഡിസ്റ്റൻസും ആണ് മെഷർ ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ ലീനിയർ മെഷർമെന്റ്സ് ആണ് നമുക്ക് വേണ്ടത് അല്ലെ. പക്ഷെ എങ്ങനെയാണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? ഒപ്റ്റിക്കൽ മീൻസ് എന്ന് വെച്ചാൽ ഏതോ ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്. അതായത് പ്രകാശത്തിന്റെ, ലൈറ്റിന്റെ ഏതോ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, മെയിൻ ആയിട്ട് നമുക്ക് ലീനിയർ മെഷർമെന്റ്സ് പല രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്നാമത് ഡയറക്റ്റ് മെഷർമെന്റ്, അതായത് നമ്മുടെ യൂഷ്വൽ ആയിട്ട് ഉപയോഗിക്കുന്ന ടേപ്പും ചെയിനുമല്ല. ദെൻ മെഷർമെന്റ് ബൈ ഒപ്റ്റിക്കൽ മീൻസ് എന്ന് പറയുന്നത് എന്താണ്? പ്രിൻസിപ്പിൾസ് ഓഫ് ഒപ്റ്റിക്സ് അല്ലെങ്കിൽ ലൈറ്റിന്റെ ആ ഒരു പ്രതിഭാസങ്ങൾ യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന എക്യുപ്മെന്റ് ആണ് മെയിൻ ആയിട്ട് ടാക്കിയോമീറ്റർ ആണ് നമ്മൾ പറയുന്നത്. അതായത് ടാക്കിയോമീറ്റർ മാത്രമല്ല ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് വരുന്നത് പലതുണ്ട്. പക്ഷെ ലീനിയർ മെഷർമെന്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുമ്പോൾ ടാക്കിയോമീറ്റർ ആണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക, ഇലക്ട്രോമാഗ്നറ്റിക് മെത്തേഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതാണ് നമ്മുടെ EDM ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരമുള്ള ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ടാക്കിയോമെട്രി. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് സർവേ ഓഫ് ഇന്ത്യ ഇസ് ലൊക്കേറ്റഡ് അറ്റ്. ഓക്കെ, ഇതും നമ്മുടെ മുൻ വർഷങ്ങളിൽ PSC എക്സാംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡെറാഡൂൺ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദി സർവേയിങ് which carried out for determining the area of unearthing relics of antiquities. അപ്പോൾ മെയിൻലി നമുക്ക് സർവേയിങ്ങിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യാം അല്ലെ. പല കാറ്റഗറി, പ്രൈമറി ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. അപ്പോൾ അങ്ങനെ പല ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതിൽ മെയിൻലി സെക്കൻഡറി ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് കുറച്ച് ടൈപ്പുകൾ.
സോ അതിൽ കുറച്ച് ക്ലാസിഫിക്കേഷൻസ് നമുക്ക് നോക്കാം. സോ ബേസ്ഡ് അപ്പോൺ ദി പർപ്പസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്, സർവേയിങ്ങിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തത് ജിയോളജിക്കൽ സർവേ, പേര് പോലെ തന്നെ ജിയോ ആണ് അല്ലെ. സോ എർത്ത് റിലേറ്റഡ് സർവേ ആണ്, അതായത് എർത്തിന്റെ ഡിഫറെന്റ് സ്ട്രേറ്റാസിനെ ലൊക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കണ്ടുപിടിക്കുക, അതാണ് ജിയോളജിക്കൽ സർവേയിൽ വരുന്നത്. ആൻഡ് മൈൻ സർവേ എന്ന് പറയുന്നത് എന്താണ്, എർത്തിന്റെ അടിയിൽ അല്ലെങ്കിൽ പുറത്ത് ആയിട്ട് വരുന്ന ആ ഒരു മിനറൽ ഡെപ്പോസിറ്റിന്റെ പ്രസൻസ് കണ്ടുപിടിക്കുക. അതിനടുത്ത് ആർക്കിയോളജിക്കൽ സർവേ, ആർക്കിയോളജിക്കൽ സർവേ വെച്ചാൽ പുരാവസ്തുവാണ് അല്ലെ, പുരാവസ്തുക്കളുടെ ആ ഒരു പെർട്ടിക്കുലർ സർവേ ആണ്, ഉണ്ടോ ഇല്ലയോ അതിന്റെ പ്രസൻസ്. സോ അതിനെയാണ് നമ്മൾ എന്ത് റിലിക്സ് ഓഫ് ആന്റിക്വിറ്റി എന്ന് പറയുന്നത്, പുരാവസ്തു ഗവേഷണം. സോ അത് ആർക്കിയോളജിക്കൽ സർവേയിലാണ് വരുന്നത്. ദെൻ മിലിറ്ററി സർവേ ഉണ്ട്, മിലിറ്ററി ഓപ്പറേഷൻസിന് വേണ്ടിയുള്ള സ്ട്രാറ്റജിക് പൊസിഷൻസിനെ ലൊക്കേറ്റ് ചെയ്യും. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, അൺഎർത്തിങ് റിലിക്സ് ഓഫ് ആന്റിക്വിറ്റി. ഓക്കെ, എന്ന് വെച്ചാൽ ഏതാണ് വരുന്നത്, ആർക്കിയോളജിക്കൽ സർവേ ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഒബ്ജക്റ്റീവ് ഓഫ് സർവേയിങ് ഇസ് ടു പ്രിപ്പയർ. ആക്ച്വലി സർവേയിങ്ങിന് ബേസിക് പ്രിൻസിപ്പിൾസ് ഉണ്ട്, ഒബ്ജക്റ്റീവ് ഉണ്ട്, ഒരിക്കലും ഞാൻ കൂടി തിരിഞ്ഞു പോരുത്. സോ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ആൻഡ് ദി ഒബ്ജക്റ്റീവ് ഓഫ് സർവേയിങ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് സർവേയിങ് ആണ്. ഒന്നാമത്തെ എന്താണ്, ടു പ്രിപ്പയർ എ പ്ലാൻ ഓർ മാപ്പ്. ആക്ച്വലി നമുക്ക് വേണ്ടതും അത് തന്നെയാണ് അല്ലെ, പ്ലാൻ അല്ലെങ്കിൽ മാപ്പ് പ്രിപ്പയർ ചെയ്യുക, അതാണ് സർവേയിങ്ങിന്റെ. ഒരുപാട് ടൈപ്പ് ഓഫ് പ്ലാൻ അല്ലെങ്കിൽ മാപ്പ് ഉണ്ട് നമുക്ക്, മെയിൻ ആയിട്ട് കോണ്ടൂർ മാപ്പുകൾ ഉണ്ട്, മിലിറ്ററി മാപ്പ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ പല ടൈപ്പ് ഓഫ് മാപ്പുകൾ ആക്ച്വലി നമുക്കുണ്ട്. സോ ഇവയെല്ലാം തന്നെ സ്യൂട്ടബിൾ സ്കെയിലിലേക്ക് മാറ്റി വരയ്ക്കുക, അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഫസ്റ്റ് പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് സർവേയിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ കൂടെ തന്നെ നമുക്ക് വീണ്ടും പല രീതിയിലുള്ള ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, പക്ഷെ അതെല്ലാം സെക്കൻഡറിയിൽ വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാൻ പറ്റും. To establish the boundaries of the plot, then to select a suitable site for engineering projects. Okay, ഇതൊക്കെ അഡീഷണൽ ആയിട്ട് വരുന്ന ഒബ്ജക്റ്റീവ്സ് ആണ്. പക്ഷെ മെയിൻ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് പ്ലാൻ അല്ലെങ്കിൽ മാപ്പ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻസിൽ ഡ്രോയിങ്, പ്ലാന്, ക്രോസ് സെക്ഷൻ, എലിവേഷൻ ഇതൊക്കെയാണ്. സോ ടു പ്രിപ്പയർ പ്ലാൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദി കർവേച്ചർ ഓഫ് ദി എർത്ത് ഈസ് ടേക്കൺ ഇൻ ടു അക്കൗണ്ട് വെൻ ദി എക്സ്റ്റെന്റ് ഓഫ് ഏരിയ ഈസ് മോർ ദാൻ. ആക്ച്വലി കർവേച്ചറിന്റെ ആ ഒരു കൺസിഡറേഷൻ വെച്ചിട്ട് നമുക്ക് പ്രൈമറിലി നമുക്ക് എന്താണ് സർവേയിങ്ങിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ്, ജിയോഡറ്റിക് സർവേയിങ് ആൻഡ് പ്ലെയിൻ സർവേയിങ്. അതിൽ ജിയോഡറ്റിക് സർവേ പേര് പോലെ തന്നെ കർവേച്ചർ ഓഫ് ദി എർത്ത് കൺസിഡർ ചെയ്യുന്നുണ്ട്. നമ്മളൊരു വലിയ ഏരിയ കൺസിഡർ ചെയ്യുമ്പോഴാണ് ആക്ച്വലി ആ കർവേച്ചർ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ചെറിയൊരു ഏരിയ ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർവേനെ പ്ലെയിൻ സർവേ എന്ന് വിളിക്കും. ഓക്കെ, സോ കർവേച്ചർ ഓഫ് ദി എർത്ത് കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ വി ആർ കൺസിഡറിങ് ആൻ ഏരിയ മോർ ദാൻ എത്രയാണ്, 250 കിലോമീറ്റർ സ്ക്വയർ ആണ്. ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കെഡാസ്ട്രൽ സർവേ ഈസ് യൂസ്ഡ് ടു. എന്തിനാണ് കെഡാസ്ട്രൽ സർവേ നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മൾ ഓൾറെഡി ഒരു കാര്യം ഡിസ്കസ് ചെയ്തു ഒബ്ജക്റ്റീവില്, എന്താണ്, ടു എസ്റ്റാബ്ലിഷ് ദി ബൗണ്ടറീസ് ഓഫ് പ്ലോട്ട് അല്ലെ. അതായത് പ്ലോട്ട് മാത്രമല്ല, ഡിസ്ട്രിക്ട്സിന്റെയും സ്റ്റേറ്റ്സിന്റെയും കൺട്രീസിന്റെയും എല്ലാം ബൗണ്ടറീസിനെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ആക്ച്വലി എന്താ, കെഡാസ്ട്രൽ സർവേ. ഓക്കെ, ആ ഒരു പേരാണ്, ആ സർവേനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കെഡാസ്ട്രൽ സർവേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് മെയിൻലി എന്താണ് അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ ഓപ്ഷൻ പ്രിപ്പയർ റവന്യൂ മാപ്സ് ഓഫ് സ്റ്റേറ്റ്സ്, then find the angular measurement, find the height of points in site, locate the features in the site. മെയിൻ ആയിട്ട് കഡാസ്ട്രൽ മാപ്പുകൾ പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ റവന്യൂ മാപ്പ് പ്രിപ്പയർ ചെയ്യുക, അതാണ് വരുന്ന ഓപ്ഷനിൽ കറക്റ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വർക്കിംഗ് ഫ്രം whole to part is followed as the fundamental principle of surveying so as to. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രിൻസിപ്പിൾ അഡോപ്റ്റ് ചെയ്യുന്നത്, എന്തുകൊണ്ട് പാർട്ട് ടു ഹോൾ ചെയ്യുന്നില്ല അല്ലെ? ഞാൻ ഓൾറെഡി അതിനുള്ള എക്സ്പ്ലനേഷൻ പറഞ്ഞു കഴിഞ്ഞു. ടു പ്രിവെന്റ് ദി അക്യൂമുലേഷൻ ഓഫ് എറേഴ്സ് എന്നാണ് അല്ലെ. അപ്പോൾ ഇതിൽ ഓപ്ഷന് മുന്നായിട്ട് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. ടു ഡിസ്ട്രിബ്യൂട്ട് എറേഴ്സ്, ടു ഇംപ്രൂവ് ഈസ് ഓഫ് വർക്കിംഗ്, ടു പ്രിവെന്റ് അക്യൂമുലേഷൻ ഓഫ് എറേഴ്സ്, ടു കോമ്പൻസേറ്റ് എറേഴ്സ് ഇൻ എ വേ, ടു റെഫർ ടു എ കോമൺ ഡേറ്റംസ് എ മീൻ സി ലെവൽ. ഇങ്ങനെ 5 സ്റ്റേറ്റ്മെന്റ്സ് അത് ഇതിൽ ഏതൊക്കെയാണ് എന്ത് ട്രൂ ആയിട്ടുള്ള കാര്യങ്ങൾ എന്നിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് എറർ ആണ് ആക്ച്വലി നമുക്ക് വേണ്ടത് അല്ലെ. ബേസിക് ആയിട്ട് അതിന്റെ ഒരു എയിം എന്ന് പറയുന്നത് എററിനെ പ്രിവെന്റ് ചെയ്യുക. സോ ഡിസ്ട്രിബ്യൂട്ട് എറർ, അങ്ങനെ പല ടൈപ്പ് ഓഫ് ഓപ്ഷൻസ് ആക്ച്വലി ഇതിൽ ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ട് എറേഴ്സ്, അതല്ല. സോ ഇംപ്രൂവ് ഈസ് ഓഫ് വർക്കിംഗ്, അതുമല്ല. ദെൻ നമുക്കറിയാവുന്ന എന്താണ്, ടു പ്രിവെന്റ് ദി അക്യൂമുലേഷൻ ഓഫ് എറേഴ്സ്. ആൻഡ് അഡീഷണൽ ആയിട്ട് കോമ്പൻസേറ്റ് എറേഴ്സ് ഇൻ എ വേ. കോമ്പൻസേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, എറർ ഉണ്ടെങ്കിൽ തന്നെ അത് അധികം വലിയ കാര്യമല്ല, അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ മെഷർമെന്റിനെ കാര്യമായി ബാധിക്കുന്നില്ല. ഓക്കെ, ബാധിക്കാത്ത രീതിയിൽ ആക്കിയെടുക്കുക, അതാണ് കോമ്പൻസേറ്റ് എറേഴ്സ് ഇൻ എ വേ എന്ന് പറയുന്നത്. സോ 3ഉം 4ഉമാണ് ശരിയായിട്ടുള്ള ആൻസർ. സോ 3 and 4. അടുത്ത ക്വസ്റ്റ്യൻ, ആർ ഇസ് ദി യൂണിറ്റ് ഓഫ് ഏരിയ ഓഫ് സ്ക്വയർ ഓഫ് സൈഡ്. ഓക്കെ, അതായത് നമ്മൾ ഏരിയ മെഷർ ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് ആർ. എല്ലാവർക്കും
വളരെ സുപരിചിതമായിരിക്കും. കാരണം നമ്മുടെ ലാൻഡ് ടാക്സ് റെസിപ്റ്റ് നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഏരിയയുടെ ഇത്ര ചതുരശ്ര മീറ്റർ എന്നൊക്കെ പറയുന്നത് ആക്ച്വലി ആറിലാണ്, ഇത്ര എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ആക്ച്വലി അതായത് ഒരു എന്ന് പറയുന്നത് ഒരു സ്ക്വയറിന്റെ സൈഡ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ആ ഒരു ഏരിയ, നമുക്കറിയാം നമ്മളൊരു പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ ആയിട്ടുള്ള ഒരു പ്ലോട്ട് ആണെങ്കിൽ എങ്ങനെ ആറിൽ പറയും. ഓക്കെ, സോ ഒരു അതായത് നോക്കുക, ഒരു എന്ന് പറയുന്നത് ശരിക്കും 100 മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. 1 r is equal to 100 മീറ്റർ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഒരു ന്റെ മെയിൻ ആയിട്ടുള്ള ആ ഒരു കൺവേർഷൻ ആണ്. അല്ലെങ്കിൽ മീറ്റർ സ്ക്വയറിൽ ന്റെ വാല്യൂ ഇതാണ് 100 മീറ്റർ സ്ക്വയർ. അപ്പൊ 100 മീറ്റർ സ്ക്വയർ നമുക്ക് എങ്ങനെ കിട്ടും? ഒരു സ്ക്വയറിന്റെ 10 മീറ്റർ സൈഡുള്ള ഒരു സ്ക്വയറിന്റെ ഏരിയ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എന്താണത്. 10 into 10 വരുമ്പോൾ എന്താണത്? 100 മീറ്റർ സ്ക്വയർ ആണ്. സോ 100 മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നത് ഒരു r. ഓക്കെ, അപ്പോൾ r is the unit of an area of square of side 10 meter. Next question. If the smallest division of vernier is longer than the smallest division of its primary scale, the vernier is known as. Actually നമുക്കറിയാം ഒരു വെർനിയർ സ്കെയിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് മെയിൻ ആയിട്ടും മുകളിൽ ഒരു എന്ത് കാണും? ഒരു മെയിൻ സ്കെയിലും കാണും, അതുപോലെ തന്നെ താഴത്ത് നിന്ന് പറയുന്നത് ഒരു വെർനിയർ സ്കെയിലും കാണും. ഓക്കെ, സോ വെർനിയർ സ്കെയിൽ ആൻഡ് മെയിൻ സ്കെയിൽ. വെർനിയർ സ്കെയിലിന്റെ ഓരോ n ഡിവിഷനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെയിൻ സ്കെയിൽ ഡിവിഷൻസ് n-1 ആണ് എന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് വെർനിയറിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയറക്റ്റ് വെർനിയർ എന്ന് പറയും. ഓക്കെ, അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് വെർനിയർ എന്ന് പറയുന്നത്. ഓക്കെ, പക്ഷേ അതേസമയം വെർനിയർ സ്കെയിലിലെ ഡിവിഷൻസ് n ആണ്, ബട്ട് ദ മെയിൻ സ്കെയിൽ ഡിവിഷൻസ് എന്ന് പറയുന്നത് n+1 ആണെന്ന് വിചാരിക്കുക. n+1 ആണെങ്കിൽ ആ ടൈപ്പ് ഓഫ് വെർനിയർ നമ്മൾ വിളിക്കുന്ന പേരാണ് റെട്രോഗ്രേഡ് വെർനിയർ എന്ന് പറയുന്നത്. സോ ഒരു ഡിവിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വെർനിയറിലെ സ്മോളസ്റ്റ് ഡിവിഷൻ കൂടുതലായിട്ടിരിക്കണം അല്ലെ? അതായത് ഓരോ ഡിവിഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാലും വെർനിയറിലെ ഡിവിഷൻസ് എന്ന് പറയുന്നത് ഇതിനേക്കാളും കൂടിയാൽ മാത്രമേ n+1 ആയി മാറുകയുള്ളൂ അല്ലെ? അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെർനിയറിനെ വിളിക്കുന്ന പേരാണ് റെട്രോഗ്രേഡ് വെർനിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ഫണ്ടമെന്റൽസ് ഓഫ് സർവേയിങ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആ ഒരു എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടു നോക്കിയാൽ മതിയാണ്. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് നോക്കാം റെട്രോഗ്രേഡ് വെർനിയറിന്റെ കുറച്ച് പ്രോപ്പർട്ടീസും കൂടിയാണ് ആക്ച്വലി പറഞ്ഞിരിക്കുന്നത്. സോ ഗ്രാജുവേഷൻ ഇൻക്രീസ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് ദാറ്റ് ഓഫ് ദി മെയിൻ സ്കെയിൽ. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു മുകളിലെ മെയിൻ സ്കെയിലും താഴത്ത് വെർനിയർ സ്കെയിലും ആണ്. സോ മെയിൻ സ്കെയിലിൽ 0 ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ വെർനിയർ സ്കെയിലിന്റെ 0 സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു പോർഷനിലായിരിക്കും. ആൻഡ് ഇവിടെ ഇങ്ങോട്ടേക്കായിരിക്കും 0 to 10 വരുന്നത്. ആൻഡ് മെയിൻ സ്കെയിലിൽ 0 to 10 ഇങ്ങോട്ടേക്കായിരിക്കും. സോ രണ്ട് സ്കെയിലിലും ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? മെഷർമെന്റ് അല്ലെങ്കിൽ നമ്മൾ വാല്യൂ കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, ഡിവിഷൻസ് കൗണ്ട് ചെയ്യുന്നത്. അടുത്തത് സ്മോളസ്റ്റ് ഡിവിഷൻ ഓഫ് ദി വെർനിയർ is more than the smallest division in the main scale. നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതുപോലെ തന്നെ n+1 ഡിവിഷൻസ് ഓൺ ദി പ്രൈമറി സ്കെയിൽ എന്ന് പറയുന്നത് n ഡിവിഷന് കറസ്പോണ്ടിങ് ആയിരിക്കും. ഓക്കെ, അടുത്തത് 1 hectare of an area is equivalent to, അതായത് ഒരു ഹെക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കൺവേർഷൻ അല്ലെങ്കിൽ വാല്യൂ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ്? നിങ്ങൾക്ക് അറിയാമായിരിക്കും 10⁴ മീറ്റർ സ്ക്വയർ ആണ്. ആക്ച്വലി യൂണിറ്റിന്റെ കൺവേർഷൻസ് എല്ലാം നമ്മൾ ഓൾറെഡി ഫണ്ടമെന്റൽസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അടുത്തതായിട്ട് നോക്കാം. The sequence of various engineering surveys which are carried out for the choice of a new highway project from beginning are. Okay, അവിടെ എഞ്ചിനീയറിംഗ് സർവേ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം ടോപ്പോഗ്രഫിക്കൽ സർവേയിൽ വരുന്നതാണ്. സോ എഞ്ചിനീയറിംഗ് സർവേക്ക് തന്നെ പല പല സ്റ്റെപ്പുകൾ ആക്ച്വലി ഉണ്ട്. നമ്മൾ ഏതൊരു പ്രോജക്റ്റ് എടുത്താലും അതെല്ലാം ഒരു എഞ്ചിനീയറിംഗ്, ഇപ്പൊ ഹൈവേ, റെയിൽവേ, ഒരു ഡാം, അങ്ങനെയുള്ള എന്തായാലും അതെല്ലാം ഒരു എഞ്ചിനീയറിംഗ് സർവേയിൽ വരുന്നതാണ്. ഒരു എഞ്ചിനീയറിംഗ് പ്രോജക്റ്റ് ആണ്. സോ മെയിൻ ആയിട്ടും ഇതിൽ വരുന്ന സ്റ്റെപ്പുകളാണ് ആക്ച്വലി ഞാൻ കാണിച്ചിരിക്കുന്നത്. ഒന്നാമത്തത് മാപ്പ് സ്റ്റഡി. ഓക്കെ, മാപ്പ് സ്റ്റഡി എന്ന് പറയുന്നത് ജസ്റ്റ് നമുക്ക് ഒരു മാപ്പ് എടുക്കുക, അത് ജസ്റ്റ് സ്റ്റഡി ചെയ്യുക. ഓക്കെ ആണെങ്കിൽ മാത്രം നമുക്ക് സൈറ്റ് വിസിറ്റ് പോലുള്ള കാര്യങ്ങൾ ചെയ്താൽ മതി. സോ ഫസ്റ്റ് വൺ മാപ്പ് സ്റ്റഡി. ഇതിനടുത്തത് റെക്കഗ്നൈസൻ സർവേ ആണ്. അതാണ് നമ്മൾ സൈറ്റിൽ പോയി ചെയ്യുന്ന ഒന്നാമത്തെ സ്റ്റെപ്പ്. ഓക്കെ, അതിനടുത്തത് പ്രിലിമിനറി സർവേ, ദെൻ ലൊക്കേഷൻ സർവേ. റെക്കഗ്നൈസൻ സർവേ എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു പ്രൊജക്ട് നമ്മൾ എന്താണോ ചെയ്യാൻ പോകുന്നത് ആ ഒരു പ്രൊജക്ട് പോസിബിൾ ആണോ, ഫീസിബിലിറ്റി മീൻസ് പോസിബിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്തിട്ട് അതിന്റെ ഒരു റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യുക. ഓക്കെ, അതാണ് റഫ് ആയിട്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ നടന്ന ആ ഒരു സൈറ്റ് കാണുക, അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിറ്റർമിൻ ചെയ്യുക. അത് മാത്രമാണ് റെക്കഗ്നൈസൻ സർവേയിൽ വരുന്നത്. ദെൻ അതിനെക്കുറിച്ച് കൂടുതൽ പ്ലാൻ ചെയ്യുക, അതാണ് പ്രിലിമിനറി സർവേയിൽ വരുന്നത്. ഓക്കെ, നമുക്ക് കുറച്ച് അതായത് 2-3 പ്ലാനുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുക, അതാണ് പ്രിലിമിനറി സർവേ. അതിനടുത്തത് അതിൽ നിന്നും ഏതാണോ കറക്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് അതിനെ സെലക്ട് ചെയ്ത് ആ ഒരു വർക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നതിനെയാണ് ലൊക്കേഷൻ സർവേ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.
സോ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള എന്താണ് പറയേണ്ടത്, അതായത് സീക്വൻസ്, ആ ഒരു ഓർഡർ ആണ് ആക്ച്വലി വേണ്ടത് അല്ലെ. നമുക്ക് ഫസ്റ്റ് ഇപ്പോൾ ഇവിടെ ഇതിൽ മാത്സ് സ്റ്റഡി പറയുന്നില്ല, മാത്സ് സ്റ്റഡി കൂടി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ മാത്സ് സ്റ്റഡി ആയിരുന്നു ഫസ്റ്റ് സ്റ്റെപ്പ്. സോ ഇതിൽ ഫസ്റ്റ് വരുന്നത് ഏതാണ്, 3, 2, 1 ഈ ഒരു ഓർഡറിലാണ് പോകുന്നത്. ഓക്കെ, റെക്കഗ്നൈസേഷൻ സർവേ, then preliminary survey and location survey. Okay, next question. A well-conditioned triangle does not have any angle less than. Okay. A well-conditioned triangle. So, ഈ ഒരു ഫിഗർ നോക്കുക, ഇതിൽ കുറച്ച് ട്രയാങ്കിൾസ് ഞാൻ പറയുന്നുണ്ട്. സോ ഒന്നാമതായിട്ട് ഐഡിയൽ ട്രയാങ്കിൾ, then well-conditioned triangle, ill-conditioned triangle. സോ എന്താണ് ഇങ്ങനെ ട്രയാങ്കിളിന്റെ കേസ് എന്ന് പറയാൻ കാരണം, നമ്മൾ ഓൾറെഡി പറഞ്ഞു സർവേയിങ്ങിന്റെ മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പിൾ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. സോ ഹോൾ ടു പാർട്ട് എന്ന് പറയുന്ന ആ ഒരു പ്രിൻസിപ്പിളിൽ മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ട്രയാങ്കിൾസ് ആയിട്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന കേസിൽ ഒരു ട്രയാങ്കിളിന്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ടാവണം. ആ ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടി ഇതാണ്, ട്രയാങ്കിളിന്റെ ഓരോ ആംഗിൾസും 30 ഡിഗ്രിക്കും 120 ഡിഗ്രിക്കും ഇടയിലായിരിക്കണം. ഓക്കെ, 30 ഡിഗ്രി ആൻഡ് ഇൻ ബിറ്റ്വീൻ 30 ഡിഗ്രി ആൻഡ് 120 ഡിഗ്രി എങ്കിൽ മാത്രമേ അതിന് നമ്മൾ വെൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ എന്ന് പറയാൻ പാടുള്ളൂ. ഓക്കെ, പറയുള്ളൂ. സോ ഇതില് ഏതെങ്കിലും ഒരു ആംഗിള് 30 ഡിഗ്രി അല്ലെങ്കിൽ 120 ഡിഗ്രിക്ക് ഇൻ ബിറ്റ്വീൻ അല്ല എന്നുണ്ടെങ്കിൽ ആ ട്രയാങ്കിളിനെ വിളിക്കുന്ന പേരാണ് ഇൽ കണ്ടീഷൻഡ് ട്രയാങ്കിൾ. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ, വെൽ കണ്ടീഷൻഡ് ആൻഡ് ഇൽ കണ്ടീഷൻഡ്. അതുപോലെ ഐഡിയൽ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എല്ലാ ആംഗിൾസും 60 ഡിഗ്രി വന്ന് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ് നമ്മൾ ഫോം ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, ഇത്തരം ട്രയാങ്കിൾസിനെ വിളിക്കുന്നവരാണ് ഐഡിയൽ ട്രയാങ്കിൾ. ഐഡിയൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ 60 ഡിഗ്രി 3 ആംഗിൾസും ഫോം ചെയ്യാന്ന് പറയുന്നത് നമുക്ക് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഓക്കെ, അപ്പോൾ അതിന്റെ കൂടെ തന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. മെയിൻലി ഈ ഒരു വെൽ കണ്ടീഷൻ നമ്മൾ ഓൾറെഡി 30 ഡിഗ്രിക്കും 120 ഡിഗ്രിക്കും ഇടയിൽ വരിക. അതുപോലെ തന്നെ 30 ഡിഗ്രിനേക്കാൾ കുറവ് അല്ലെങ്കിൽ 120 ഡിഗ്രിനേക്കാൾ കൂടുതലായിട്ട് വരുവാണെങ്കിൽ അത് ഇൽ കണ്ടീഷൻ ട്രയാങ്കിൾ ആണ്. ദെൻ എല്ലാ ആംഗിൾസും 60 ഡിഗ്രി വരുവാണെങ്കിൽ അത് ഐഡിയൽ ട്രയാങ്കിൾ. അതുപോലെ തന്നെ ഐഡിയൽ ട്രയാങ്കിൾ നമുക്ക് അത്ര പോസിബിൾ അല്ല. സോ അറ്റ് ദ സെയിം ടൈം നമുക്ക് ഫോം ചെയ്യുന്ന ഒരു ഐഡിയൽ ട്രയാങ്കിൾ മീൻസ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ മാറി ഒരു ഐസോസെലസ് ട്രയാങ്കിൾ ആവുകയാണെന്നുണ്ടെങ്കിൽ വിത്ത് ബേസ് ആംഗിൾ 56 ഡിഗ്രി 14 മിനിറ്റ് എന്നുള്ള ഒരു ആംഗിളോട് കൂടി ഐസോസെലസ് ട്രയാങ്കിൾ ആണ് നമ്മൾ ഫോം ചെയ്യുന്നതെങ്കിൽ ആ ട്രയാങ്കിളിനെ വിളിക്കുന്ന പേരാണ് ബെസ്റ്റ് കണ്ടീഷൻഡ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇതും PSC എക്സാമിന് മുൻപ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഒരു ബെസ്റ്റ് കണ്ടീഷൻഡ് ട്രയാങ്കിളിന്റെ ഇന്റേണൽ ആംഗിൾസ് എങ്ങനെയായിരിക്കും, ഈക്വൽ ആംഗിൾസ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഓൾറെഡി വന്നിട്ടുള്ളതാണ്. ഓക്കെ, സോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The preliminary inspection of the area to be surveyed is called. ഓക്കെ, അതായത് നമുക്ക് സർവേ ചെയ്യേണ്ട ഏരിയയുടെ പ്രിലിമിനറി ഇൻസ്പെക്ഷനെ വിളിക്കുന്ന പേരെന്താണ്? നമ്മൾ പറഞ്ഞു നമ്മുടെ എഞ്ചിനീയറിംഗ് സർവേക്ക് 4 സ്റ്റെപ്പുകളാണ് മെയിൻ ആയിട്ടുള്ളത്. മാപ്പ് സ്റ്റഡി, പിന്നെ എന്താണ് റെക്കഗ്നൈസേഷൻ സർവേ, പ്രിലിമിനറി സർവേ ആൻഡ് ഡീറ്റെയിൽഡ് ലൊക്കേഷൻ സർവേ. അതിൽ നമ്മൾ സൈറ്റിൽ ചെന്നിട്ടുള്ള ഫസ്റ്റ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നത് റെക്കഗ്നൈസേഷൻ സർവേ ആണ്, റഫ് ആയിട്ടുള്ള ആ ഒരു ഇൻസ്പെക്ഷൻ. ഓക്കെ, സോ പ്രിലിമിനറി ഇൻസ്പെക്ഷൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ പ്രിലിമിനറി സർവേ എടുക്കരുത്. നമ്മുടെ ഫസ്റ്റ് പ്രിലിമിനറി മീൻസ് ഫസ്റ്റ് ഇൻസ്പെക്ഷൻ ഓഫ് ദി ഏരിയ ആണ്. അതെന്താണ്? റെക്കഗ്നൈസേഷൻ സർവേ ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ക്ലാസ് വളരെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. സോ ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും കമന്റ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയിൻ സർവേയിൽ നിന്നും ഇമ്പോർട്ടന്റ് ആയിട്ട് കഴിഞ്ഞ 3 വർഷങ്ങളിൽ റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. സോ താങ്ക് യു.